അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം മാർച്ച് 7 മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചേലക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘാടക സമിതി ചേലക്കര പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തി. പതിറ്റാണ്ടുകളായുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്ന പാലം മാർച്ച് 7 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ P പ്രശാന്തി, സ്വാഗത സംഘം ട്രഷറർ P അമ്പിളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ തിരുവില്ലാമലയിലെ കുത്താമ്പുള്ളി എന്ന ഗ്രാമവും അതേപോലെ തന്നെ കൊണ്ടാഴിയിലെ മായന്നൂർ എന്ന ഗ്രാമത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാലം വേണമെന്നത് ദീർഘകാലമായിട്ട് അവിടുത്തെ ആളുകളുടെ ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹ സാഫല്യത്തിന്റെ പൂർത്തീകരണമാണ് ഈ വരുന്ന 7-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നിർവഹിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കിഫ്ബി പദ്ധതി വഴി 2016-17 വർഷത്തിൽ ഉൾപ്പെടുത്തി 33.14 കോടി രൂപ ചിലവിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ചേലക്കരയുടെ അന്നത്തെ MLA ആയ ശ്രീ UR പ്രദീപിന്റെ വളരെ ശക്തമായ ഇടപെടലും അത് കഴിഞ്ഞു വന്ന MLA ആയിട്ടുള്ള മന്ത്രിയുമായ ശ്രീ K രാധാകൃഷ്ണന്റെ ഇടപെടലും കൂടിയാണ് ഇത്തരത്തിലൊരു പാലം പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത്. 2 വർഷമായിട്ടേ ഉള്ളൂ അതിൻ്റെ പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിട്ട്. അതിനുശേഷം വളരെ ദ്രുതഗതിയിലാണ് ഈ പാലത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. നമുക്ക് പാലം സന്ദർശിച്ചാൽ തന്നെ മനസ്സിലാവും, ഏറ്റവും പുതിയ നൂതനമായ രീതിയിലും അതുപോലെ തന്നെ മനോഹരമായിട്ടുമാണ് പണി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്നത് നമുക്കറിയാം, 2 പ്രദേശത്തെ ആളുകളുടെ വളരെ കാലത്തെ ആഗ്രഹം എന്നതുകൊണ്ട് തന്നെ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ തന്നെയാണ് അത് നടത്തുവാൻ വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതിന് അവിടുത്തെ പ്രദേശവാസികളുടെ ആകെ പിന്തുണയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് വൈകുന്നേരം വലിയ പങ്കാളിത്തത്തോടുകൂടെ 2 പ്രദേശത്തെയും ആളുകൾ വലിയ റാലിയായി വന്നുകൊണ്ട് അതിനോടൊപ്പം തന്നെ കലാപരിപാടികളും അതുപോലെ വാദ്യാഘോഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടാതെ അന്ന് ആ വേദിയിൽ വെച്ച് നമ്മുടെ സംഗീത സംവിധാന രംഗത്തെ പ്രശസ്തനായിട്ടുള്ള ശ്രീ അലോഷിയുടെ ഗാനമേളയുണ്ട്. കൂടാതെ പ്രദേശവാസികളുടെ കലാപരിപാടികളും ഉണ്ട്. അതിനുശേഷം 5 മണിക്ക് നമ്മുടെ കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ ചടങ്ങിൽ MLA ശ്രീ UR പ്രദീപ് അവർ അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നു. അതുപോലെ തന്നെ ആ ചടങ്ങിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം അംഗമായിട്ടുള്ള ശ്രീ K രാധാകൃഷ്ണൻ ഉണ്ട്. കൂടാതെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർ തുടങ്ങിയ രാഷ്ട്രീയ പൊതുരംഗത്തെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും പങ്കെടുക്കുന്നു. ആ ചടങ്ങിലേക്ക് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനം ഒരു ഉത്സവ അന്തരീക്ഷമാക്കി മാറ്റുന്നതിന് എല്ലാ ആളുകളുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33.14 കോടി രൂപ ചെലവഴിച്ചാണ് പാലവും അനുബന്ധ റോഡുകളും നിർമ്മിച്ചിരിക്കുന്നത്. കൊണ്ടാഴി തിരുവില്ലോമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമായതോടെ ഗായത്രി പുഴയിലെ കടത്തുയാത്ര അവസാനിക്കുകയാണെന്നും വിപുലമായ പരിപാടികളോടെ ഉദ്ഘാടനം ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. കുത്താമ്പുള്ളിക്കാരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ കുത്താമ്പുള്ളി മായന്നൂർ പാലം വരുന്നത്. അത് ചിരകാല സ്വപ്നം പൂവണിയാൻ പോവാണ്. മാർച്ച് മാസം 7-ാം തീയതി നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി K റിയാസ് ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ചടങ്ങ് വൻ വിജയമാക്കി തീർക്കാൻ പ്രദേശവാസികളും എല്ലാവരും ഭയങ്കരമായ ആവേശത്തിലാണ്. CCV ന്യൂസ് കൊണ്ടാഴി.